അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾക്കും തസ്ബീഹുകൾക്കും അതുപോലെ ഖുർആൻ സൂറത്തുകൾക്കും എല്ലാത്തിനും ഒരുപാട് നേട്ടങ്ങളുണ്ട്. അർഹമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ മാസത്തിൻ്റെ 12ാമത്തെ രാവാണ്. നാളെ 12ാമത്തെ പകലാണ്. നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹുവിൻ്റെ മലക്കുകൾ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചില സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ. അള്ളാഹിൻ്റെ മലക്കുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ പള്ളിയിലേക്ക് ആരാണ് വരുന്നത്, ആരാണ് ആദ്യം വരുന്നത്, ആരാണ് അവസാനം പോകുന്നത്, അവർക്കൊക്കെ വേണ്ട പ്രതിഫലങ്ങൾ മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കും. മറ്റൊരു സംഗതിയാണ് ദിക്റിൻ്റെ മജ്ലിസുകൾ. സ്വലാത്ത് പറയുന്ന, തസ്ബീഹ് പറയുന്ന, ഒരുമിച്ചിരുന്ന് പറയുന്ന ഒരു ഹൽക്ക എന്നാണ് ദിക്ർ ഹൽക്ക എന്ന് പറയില്ല. അതായത് ദിക്ർ ചൊല്ലുന്ന സംഘം. അവിടെ ആരെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവരുടെ അടുക്കൽ ചെന്ന് അവരുടെ പേരും വിവരങ്ങളൊക്കെ എഴുതി അവർക്ക് വേണ്ട പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു തആല എത്രയാണോ നിശ്ചയിച്ചത് അത് എഴുതി അള്ളാഹിൻ്റെ അടുക്കലേക്ക് അയക്കുക, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൊടുക്കുക. ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരു കൂട്ടം മലക്കുകൾ ഉണ്ടെന്നാണ് അള്ളാഹ്ക്ക്. അപ്പോൾ ആ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണ് നമ്മുടെ എല്ലാവരുടെയും ഈ സദസ്സ്. ഒരുപക്ഷെ ഞാനിത് പറയുന്നത് എൻ്റെ പള്ളിയിലിരുന്നാണ്, നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിലിരുന്നാവാം, ഉമ്മമാർ വീട്ടിലിരുന്നാവാം, ചില ആളുകൾ വീട്ടിൽ അടുക്കളയിലിരുന്നാവാം, ചില ആളുകൾ ഹോളിലിരുന്നാവാം, ചില ആളുകൾ സിറ്റൗട്ടിലിരുന്നാവാം, ചില ആളുകൾ റൂമിലിരുന്നാവാം. അപ്പോൾ പലരും പല രൂപത്തിൽ, ചിലപ്പോൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മജ്ലിസ് കാണുന്നവരുണ്ടാവും. അങ്ങനെയുണ്ട്. കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ, യാത്ര പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ നമ്മുടെ മജ്ലിസ് കാണുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മജ്ലിസ് കാണുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിത്തരും. പക്ഷെ പലരും പറയുന്നുണ്ട്, ഉസ്താദേ നിങ്ങളുടെയൊക്കെ മജ്ലിസ് നമ്മൾ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. കാര്യമായ കടങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് ദ്വാരക്കുന്നുണ്ട്, പക്ഷെ കടങ്ങൾ മാറുന്നില്ല. കടങ്ങൾ എങ്ങനെ മാറും? നമ്മുടെ പ്രയാസങ്ങൾ എങ്ങനെ മാറും? ഈ നാവ് കൊണ്ട് പറയലല്ലോ, മറിച്ച് ഹൃദയത്തിൽ നിന്നും വരണം. ഹൃദയത്തിൽ തട്ടിയിട്ട് നാവ് കൊണ്ട് പറയണം, എന്നാലേ അതിന് മൂല്യമുള്ളൂ എന്നാണ്. അല്ലാതെ വെറുതെ നാവ് കൊണ്ട് പറയാൻ ഇപ്പോൾ ആർക്കും പറ്റും അല്ലേ? നാവ് കൊണ്ട് ആർക്കാ പറയാൻ പറ്റാത്ത? എല്ലാവർക്കും നാവ് കൊണ്ട് പറയാൻ പറ്റും. പക്ഷേ ഹൃദയത്തിൽ തട്ടിയിട്ട് പറയണം. അങ്ങനെ തട്ടി പറയുമ്പോഴാണ് നമ്മൾ പറയുന്ന ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ ഒക്കെ യഥാർത്ഥ പ്രതിഫലം അള്ളാഹു തരുള്ളൂ. നമ്മളെല്ലാവരും ദിക്റിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ പല ദിക്റിൻ്റെ മജ്ലിസും പങ്കെടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, അതൊക്കെ വലിയ ഖൈറാൻ. ദിക്റിൻ്റെ മജ്ലിസിൽ പങ്കെടുത്താൽ തന്നെ പുണ്യമാണ്. പക്ഷേ ആ പങ്കെടുക്കുന്ന പുണ്യം അത് പൂർണ്ണമായും നമുക്ക് കിട്ടണമെങ്കിൽ ആ ചൊല്ലുന്ന കാര്യങ്ങൾ ഇഖ്ലാസോടെ, ശ്രദ്ധയോടെ, തഖ്വയോടുകൂടി ചെല്ലണം. പലരും പല ചിന്തയിലായിരിക്കും. ചില ആളുകൾ മൊബൈൽ റീൽസ്, നമ്മുടെ മക്കൾ കാണുന്ന റീൽസ്, അങ്ങനെയുണ്ട്. മക്കൾ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകെ പോയി അത് നോക്കിക്കൊണ്ടിരുന്നിട്ട് ദിക്ർ ചെല്ലുന്ന ചില ആളുകളുണ്ട്, ഉമ്മമാർ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സീരിയൽ എന്ന് പറയാനില്ല, പക്ഷെ എന്നാലും സീരിയലിൻ്റെ കാലമാണല്ലോ. സീരിയൽ കണ്ടിട്ട് അല്ലെങ്കിൽ കോമഡി പരിപാടികൾ കണ്ടിട്ട് അതൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദിക്ർ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാളുകൾ തമ്മിലിരുന്ന് ഇങ്ങനെ കുറ്റവും കുറവ് പറയുക, മറ്റൊരാളുടെ പരദൂഷണം പറയുന്നു, അത് കേട്ടുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന ആളുകളുണ്ട്. ചില ആളുകളോ അവർ ചൊല്ലുന്നുണ്ട്, നാവ് കൊണ്ട് ചൊല്ലുന്നുണ്ട്, പക്ഷേ പല ചിന്തയായിരിക്കും. അവരുടെ കച്ചവടത്തിൻ്റെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, അതൊക്കെ ചിന്തിച്ചായിരിക്കും ചിലപ്പോൾ ദിക്ർ ചൊല്ലുക, സ്വലാത്ത് പറയുക. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും ആത്മാർത്ഥതയോടുകൂടി പറയുമ്പോഴാണ് അതിൻ്റെ എന്താണോ പുണ്യമുള്ളത് അത് മുഴുവനായി നമുക്ക് കിട്ടുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നല്ല ആത്മാർത്ഥതയോടെ ആവണം ഓരോ ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അവസാനം ദ്വാരക്കണം. ഇന്നത്തെ മജ്ലിസ് ദ്വാരക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് അവസാനം ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഇസ്മുകളാണ്. ആ 2 ഇസ്മുകളും ചേർത്ത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ഒരുപാട് നേട്ടം നമുക്ക് കിട്ടും. നമുക്കൊന്ന് പറഞ്ഞാലോ? ഈ പുണ്യമായ മജ്ലിസിൽ അള്ളാഹുവിൻ്റെ ആ ഇസ്മ് അത് പറയുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങളാണ് റബ്ബ് നമുക്ക് തരുക. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്.
യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസം കൂടിയാണ് ശഅബാൻ. ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ ചെയ്തു പോകുന്ന അബദ്ധങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ശഅബാൻ മാസത്തിൽ കൂടുതലായി പറയേണ്ട ഒരു ഇസ്തിഗ്ഫാറാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം
ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയമുള്ളവരെ, അടുത്ത ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. നമ്മുടെ ചാനലിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഇറക്കിയിരുന്നു. അതായത് നിസ്കാരത്തിന് നിൽക്കുമ്പോൾ നിയ്യത്ത് വെക്കുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അത് വജ്ജഹത്തു, ഫാത്തിഹ, പിന്നെ റുക്കൂഅ്, സുജൂദ്, ആ റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലൊക്കെ പറയുന്ന തസ്ബീഹുകൾ, ദിക്റുകൾ, ശേഷമുള്ള തഹിയ്യാത്ത്, അതുപോലെ സ്വലാത്ത്, ദുആ, സലാം വീട്ടുന്നത് എല്ലാം നമ്മൾ കൃത്യമായി വ്യക്തമായി പ്രാക്ടിക്കലായി കാണിച്ചു തന്ന് ഓരോ അവസരത്തിലും പറയുന്ന ദിക്റുകൾ അതേതൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നെല്ലാം വിശദീകരിക്കുന്ന ഒരു നിസ്കാരം പ്രാക്ടിക്കലായി കാണിക്കുന്ന ഒരു വീഡിയോ അത് ഇറക്കിയിരുന്നു. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ കണ്ടു, ഒരുപാട് ആളുകൾ അത് സന്തോഷം അറിയിച്ചു. ഉസ്താദെ, ഇങ്ങനെ പ്രാക്ടിക്കലായി കാണിച്ചു തന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ മാറി എന്ന് ഒരുപാട് പോസിറ്റീവായ കമൻറ്റുകളൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്, എന്തായാലും നിങ്ങളത് കണ്ടിരിക്കണം. നിങ്ങൾ കാണുക മാത്രമല്ല, നിങ്ങളുടെ കുടുംബാദികൾ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകരുത്. കാരണം നിസ്കാരം ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോവില്ലേ. അപ്പം നിസ്കാരം ശരിയാവണം. അതിന് ആ വീഡിയോ കണ്ടാൽ ഇൻഷാ അല്ലാഹ് എല്ലാ സംശയങ്ങളും മാറുന്നതാണ്. ഏത് നിസ്കരിക്കാൻ അറിയാത്ത കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വിട്ടുപോകരുതേ. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ ഒരുപാടുണ്ടല്ലേ. ഓരോ ദിവസവും ഓരോ നിമിഷമൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ നമ്മളിൽ പറ്റിപ്പോയവരാണ്. അപ്പോൾ ഈ തെറ്റുകളൊക്കെ അള്ളാഹുലേക്ക് പൊറുക്കപ്പെടാൻ ഇസ്തിഗ്ഫാർ പറയണം, തൗബ പറയണം, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരുപാട് നമ്മുടെ മുൻഗാമികളൊക്കെ ആവർത്തിച്ചു പറഞ്ഞ ഒരു ഇസ്തിഗ്ഫാറിൻ്റെ വചനം, അതൊരു തൗബയുടെ വചനമാണ്, അതൊരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും? ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. അല്ലാഹുവേ, പടച്ചവനെ, യാ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വഅഫു അന്നാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, വംഹുല്ലദീ കാന മിന്നാ, ഞങ്ങളിൽ നിന്ന് വന്നുപോയത് നീ മായ്ച്ചു കളയണേ അല്ലാ, തെറ്റുകളൊന്നും കാണാത്ത രൂപത്തിൽ മായ്ച്ചു കളയണേ അല്ലാ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞു. യാ റബ്ബന വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. യാ റബ്ബന വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. യാ റബ്ബന വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. يا ربنا واعف عنا وامح الذي كان منا. 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 يا ربنا
വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ യാ റബ്ബനാ 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 വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണല്ലോ നമ്മൾ എല്ലാവരും ഉള്ളത്. ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിനം മുതൽ ബറാഅത്ത് രാവ് വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ 15 വട്ടം ആവർത്തിച്ച് ഓതുകയും ബറാഅത്ത് രാവിൻ്റെ അന്ന് അത് 30 വട്ടമാക്കി, 15 വട്ടം എന്നുള്ളത് 30 പ്രാവശ്യം ആവർത്തിച്ച് ഓതുകയും സൂറത്ത് ദുഖാൻ പൂർണ്ണമായി ഓതി തീർത്തിട്ട് ദുആ ചെയ്താൽ എന്ത് കാര്യത്തിനാണോ അവൻ ദുആ ചെയ്യുന്നത് ആ കാര്യം അല്ലാഹു തആല സഫലീകരിച്ചു കൊടുക്കുമെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുആക്ക് ഇജാബത്ത് കിട്ടും, അതുപോലെ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കിട്ടാനും ദുനിയാവിൻ്റെ പ്രയാസ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം കിട്ടാനും ഒക്കെ ഈ സൂറത്ത് ദുഖാൻ തന്നെ കാരണമാണ്. പ്രത്യേകിച്ച് അധികം സമയമൊന്നും വേണ്ടല്ലോ, വളരെ നിസ്സാരമായ സമയം മതി. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് സൂറത്ത് ദുഖാൻ ഒരു 2 പ്രാവശ്യം, നമ്മളൊരു 15 വട്ടം ഓതുന്നില്ല, 2 പ്രാവശ്യം നമുക്ക് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 13 വട്ടം നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങൾ ഓതി തീർക്കുക. അല്ലാഹു തആല ഈ സൂറത്ത് ദുഖാനിന് എന്തെല്ലാം നേട്ടങ്ങൾ വെച്ചിട്ടുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഓതിയാലോ? എല്ലാവരും ഒന്നിച്ച് ഓതിക്കും. ഇനി ഇത് നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടാകും, അവര് ഇത് ഓതുന്നത് വെറുതെ കേട്ടിരുന്നാൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. പരിശുദ്ധമായ സൂറത്ത് ദുഖാനിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ ഒരു പ്രാവശ്യം നമ്മൾ ഓതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം കൂടി ആവർത്തിച്ച് ഓതാം. അത് കഴിഞ്ഞ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് 13 പ്രാവശ്യം വീണ്ടും പറ്റുന്ന സമയത്ത് ഓതി തീർക്കുക. ഒരുപാട് നേട്ടങ്ങളാണ് ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് അല്ലാഹു തആല തരുന്നത്. അല്ലാഹു തആല നമ്മൾ ഓതുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم
അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ റഹ്മതൻ മിർ റബ്ബിക് ഇന്നഹു ഹുവസ് സമീഉൽ അലീം റബ്ബി السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കണ്ടേ? അതല്ലേ ദുആകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ. മരണപ്പെട്ട ഉമ്മയുണ്ട്, ജീവിച്ചിരിക്കുന്ന ഉമ്മയുണ്ട്, മരണപ്പെട്ട വാപ്പ, ജീവിച്ചിരിക്കുന്ന വാപ്പ, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ദുആയാൻ പറഞ്ഞു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അടുത്ത ദിക്ർ ഏതാണ്? നമ്മുടെ ശരീരത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ വീടിനെയും നമ്മളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം വരുന്ന ശർറ് ബല മുസീബത്തുകളെ തടയാൻ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത, സ്വഹാബിമാരെ ഏറ്റെടുത്ത പുണ്യമായ ഒരു ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് 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 അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ
من شر ما خلق أعوذ بكلمات الله التامات 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 من شر ما خلق. നമ്മൾ എല്ലാവരും മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. ഇനിയോ മരിക്കുന്ന സമയത്ത് മുഅ്മിനായി മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിന് അള്ളാഹിനോട് ദ്വാരക്കണം. ദ്വാ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേര്, ആ ഇസ്മും കൂടി ചേർത്തിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ആ ഒരു ദ്വാ പറഞ്ഞാൽ റബ്ബ് വേഗത്തിൽ ഖബൂൽ ചെയ്യും. നമുക്കൊന്നിച്ച് പറഞ്ഞാലോ? يا ذا الجلال والإكرام أمتنا على دين الإسلام 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 يا ذا
ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. അൽഹംദുലില്ലാഹ്, നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞു. എല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെയും 1000-ലും 2000-ലും അധികം കമൻറ്റുകളാണ്, ദുആ വസിയത്താണ് പറയാറുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോരുത്തരുടെയും പേരെടുത്ത് നമ്മൾ തൽക്കാലം പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ മണിക്കൂറുകളോളം നമുക്ക് പറയേണ്ടി വരും. നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കുന്നു. അപ്പോൾ ദുആക്ക് മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെയും നമ്മുടെ ദുആയിനെയും നമ്മുടെ ഒരുമിച്ചുകൂടൽ എല്ലാം അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സൂറത്തുൽ ഫാത്തിഹ ഓതിക്കോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. لا إله إلا أنت سبحانك إني كنت من الظالمين. അർഹമുർ റഹീമീനായ രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ്. ഒരുപാട് ദിക്റുകൾ ചൊല്ലിയ, സ്വലാത്തുകൾ പറഞ്ഞ, തസ്ബീഹുകൾ പറഞ്ഞ, നിനക്ക് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മജ്ലിസാണ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കാരണമായി ഞങ്ങളുടെ ദുആഇനെ നീ മടക്കി കളയല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ സഹോദരിമാര്, സഹോദരങ്ങള്, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, കുടുംബക്കാര്, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്. ഒരുപാട് ന്യൂനതകൾ ഉള്ളവരാണ് റബ്ബേ. ഞങ്ങളുടെ എല്ലാവരുടെയും തെറ്റുകൾ, പാപങ്ങൾ
പാപങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് തരണേ അല്ലാ, മർഹമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ ഇനിയുള്ള ജീവിതകാലം അല്ലാഹുവേ പാപരഹിതമായി നിനക്കും നിന്റെ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം നസീബാക്കണേ അല്ലാ. പടച്ചവനെ ഈ സദസ്സിൽ ആരെല്ലാം ആമീൻ പറയുന്നുണ്ടോ എല്ലാ ഉമ്മമാരെയും നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാ ഉപ്പമാരെയും നീ ഖബൂലാക്കണേ അല്ലാ. ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, കൊച്ചുമക്കളുണ്ട്, വൃദ്ധന്മാരുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ദാസികളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഓരോ വീഡിയോകൾക്ക് താഴെയും റബ്ബേ ദുആ വസിയത്ത് പറയുന്നുണ്ട്. ആയിരക്കണക്കിന് രണ്ടായിരക്കണക്കിന് അല്ലാഹുവേ ദുആ വസിയത്തുകളാണ്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നീ അറിയുന്നവനാണ്. വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനേ. ഒരുപാട് രോഗികളായ മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവർക്കും നീ രോഗശാന്തി കൊടുക്കണേ അല്ലാ, രോഗശമനം തരണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, കരളിന്റെ പ്രശ്നം പോലെ, യൂറിക് ആസിഡ് പോലെ, അല്ലാഹുവേ കൊളസ്ട്രോൾ വന്ന്, ഷുഗർ വന്ന്, അറ്റാക്ക് വന്ന്, സ്ട്രോക്ക് വന്ന്, റഹ്മാനെ നരമ്പിന്റെ രോഗങ്ങൾ വന്ന്, ന്യൂറോ പ്രശ്നങ്ങൾ വന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്. അല്ലാഹുവേ കേട്ടുകേൾവിയില്ലാത്ത, മരുന്നില്ലാത്ത രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ ഭർത്താവ് എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കി നോക്കി വിഷമിക്കുന്ന അവസ്ഥ വരെ നീ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവല്ലേ റഹ്മാനെ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. മരിക്കുന്ന സമയം എപ്പോഴാണെന്നറിയില്ല, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്, എല്ലാവർക്കും നീ ശിഫാ പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പലരുടെയും പല ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്നും കുത്തിയെടുത്തിട്ട് റഹ്മാനെ ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്. അനുകൂലമായ റിസൾട്ട് തരണേ അല്ലാ. പലരും ഓപ്പറേഷന് വിധേയമാകുന്നവരാണ്, ഡേറ്റ് നിശ്ചയിച്ചവരാണ്. അല്ലാഹുവേ അത് നീ സക്സസ് ആക്കി കൊടുക്കണേ അല്ലാ. പലരുടെയും ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ്, അവർക്കും ഞങ്ങൾക്കും രോഗശമനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഓരോ മുഅ്മിനീങ്ങൾ എന്തെല്ലാം വിഷമങ്ങൾ പറയുന്നുണ്ടോ, പ്രയാസങ്ങൾ പറയുന്നുണ്ടോ, കടങ്ങൾ മാറാൻ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. റഹ്മാനെ പടച്ചവനെ അങ്ങനെ വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ഒരുപാട് മുഅ്മിനീങ്ങൾ പല പ്രയാസത്തിലാണ്. എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. വഴിപിഴച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. നല്ല ഭാവി അവർക്ക് കൊടുക്കണേ അല്ലാ. പരീക്ഷകൾ നല്ലതുപോലെ എഴുതാനും നല്ല മാർക്കോടുകൂടി പാസ്സാവാനും അവർക്ക് നീ തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ജോലി അന്വേഷിച്ചു പോകുന്ന ഞങ്ങളുടെ മക്കൾ അവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വിദേശത്തുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, അല്ലാഹുവേ പടച്ചവൻ അവരുടെയൊക്കെ ജോലികളിൽ പ്രവാസികൾ ഒരുപാട് പേർ ഞങ്ങളുടെ മജ്ലിസ് കാണുന്നവരാണ്. അവരൊക്കെ പലരും ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും അവരുടെ ജോലികളിൽ എളുപ്പവും സന്തോഷവും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത തരണേ അല്ലാ. കുടുംബ പ്രശ്നങ്ങൾ മാറ്റണേ അല്ലാ. കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട്, എല്ലാം മാറ്റി സമാധാനവും റാഹത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെല്ലാവരും ഉള്ളത് പുണ്യമായ ശഅബാൻ മാസത്തിലാണ്. ഈ ശഅബാൻ മാസം അല്ലാഹുവേ നിന്റെ മുത്ത് ഹബീബിന്റെ മാസമാണല്ലോ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ആ മുത്ത് ഹബീബിന്റെ
ഹബീബിനെ ആ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ആ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ശഅബാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും വരാനിരിക്കുന്ന പുണ്യമായ ദിവസങ്ങളെ നല്ല രൂപത്തിൽ സ്വീകരിച്ച് ഒരുപാട് 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 പുണ്യങ്ങൾ കരസ്ഥമാക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. കഴിഞ്ഞുപോയ റജബിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, നീ ഖബൂലാക്കണേ അല്ലാ. വരുന്ന റമളാൻ, ആ റമളാൻ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും ഒരുപാട് 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 സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് പല വിധത്തിൽ ദുആ വസിയ്യത്ത് പല കാര്യങ്ങൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദുആ വസിയ്യത്തുകളിൽ കമന്റുകളിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബേ, ആരെല്ലാം എന്തെല്ലാം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ, ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാ കടങ്ങളെ തൊട്ടുമുള്ള കാവൽ നൽകണേ അല്ലാ. കടക്കാർക്ക് റബ്ബേ ആ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, കടങ്ങൾ വീട്ടാൻ ഞങ്ങൾക്ക് നീ വേഗത്തിൽ തൗഫീക്ക് തരണേ അല്ലാ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അല്ലാഹുവേ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ജോലിയിൽ ബറക്കത്തില്ലാതെ ഖൈറില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും നീ സലാമത്തും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ, നിലവിൽ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ വരുന്ന വർഷങ്ങളിൽ ഹജ്ജിന് പോവാൻ ഭാഗ്യം കിട്ടിയവർ, റഹ്മാനെ എല്ലാവർക്കും നീ ഖൈറും അവരുടെ യാത്രകളിൽ ബറക്കത്തും സലാമത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സ് കാണുന്ന, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗവും ഉമ്മമാരാണ്, സഹോദരിമാരാണ്, സ്ത്രീകളാണ്. റബ്ബേ, അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലരും സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്. അല്ലാഹുവേ അവരുടെയൊക്കെ കുടുംബ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ ശാരീരികമായ മാനസികമായ അസ്വസ്ഥതകളും രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ റാഹത്തും സമാധാനവും തരണേ അല്ലാ. ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ സഹോദരന്മാര്, അവരുടെ ജോലികളിൽ തൊഴിലുകളിൽ നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപജീവനത്തിൽ എല്ലാത്തിലും നീ ബറക്കത്തും സലാമത്തും തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. നമ്മൾ നിയ്യത്ത് വെക്കുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നേരിട്ട് പ്രാക്ടിക്കലായി കാണിച്ചു തരുന്ന, ഓരോ അവസരത്തിലും നമ്മൾ പറയുന്ന ദിക്റുകൾ, അതുപോലെ തസ്ബീഹുകൾ, ദുആകൾ, സ്വലാത്തുകൾ, അതിൻ്റെ അർത്ഥസഹിതം നമ്മൾ വിശദീകരിക്കുന്ന, നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഫർളുമൊക്കെ വിശദീകരിച്ചു പറയുന്ന ഒരു നിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇറക്കിയിരുന്നു. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടാകും, ഉസ്താദെ നിസ്കാരം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പണ്ട് മുതലേ നിസ്കരിക്കുന്നതാണ്, അതിന് പ്രത്യേകിച്ച് വീഡിയോ എന്ന് ഇറക്കി ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ടാകും. ഞാൻ പറയട്ടെ, നിസ്കാരം അറിയുന്നവർക്കും അറിയാത്തവർക്കും ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന പറയുന്ന ഓരോ ദിക്റിൻ്റെയും തസ്ബീഹിൻ്റെയും അർത്ഥം നമുക്ക് പലപ്പോഴും അറിയുണ്ടാവില്ല, അല്ലെ? അത്തഹിയാത്തിൻ്റെ അർത്ഥം, വജ്ജഹത്തുൻ്റെ അർത്ഥം, മുഴുവൻ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൻ്റെയും അർത്ഥസഹിതമുള്ള വീഡിയോ നമ്മളിതാ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, നേരെ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോവുക, വീഡിയോ കാണുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ.